ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞങ്ങളിവിടെ സുഖമായിട്ട് പോകണം കേട്ടോ. വിസ്മയ്ക്ക് കോളേജ് തുറന്നു. ഇപ്പോൾ 2 വീക്സ് ആയി. വൈഷ്ണവിന് ജൂലൈ 2 കോളേജ് ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനും പോയി ഓഫീസിൽ, ഹിന്ദുവിൻ്റെ ഓഫീസിലാട്ടോ ഇൻറ്റേൺഷിപ്പ്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഞാൻ ഇന്ന് ഈ പ്രത്യേക വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഇൻട്രോ വീഡിയോ ആണ് കേട്ടോ. അതായത് ഞാനും എൻ്റെ സ്കൂൾ ഫ്രണ്ട്സ്, അതായത് 5th തുടങ്ങി 10th വരെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്നും ചാറ്റ് ചെയ്യും. ഗുഡ് മോർണിംഗ് തുടങ്ങി ഗുഡ് നൈറ്റ് വരെ എല്ലാ വിശേഷങ്ങളും എല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യും കേട്ടോ. നല്ലൊരു ബോണ്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി. അപ്പം അവർ നാട്ടിലുള്ളവർ ചിലപ്പോൾ 1 ഡേ ട്രിപ്പൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച്. ഒരു തവണ ഞാനും ജോയിൻ ചെയ്തായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ അതിന് വേണ്ടിയിട്ട് നാട്ടിൽ ചെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു മൂമെൻറ്റ്സാണ് അതൊക്കെ. എല്ലാവരും കൂടി അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം തുറന്നു പറയും. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പോസ്റ്റ് ചെയ്യും, അതായത് ഷെയർ ചെയ്യും ഇത് ഗ്രൂപ്പിൽ. എനിക്കിങ്ങനെയാണ്, എന്തെങ്കിലും മരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും ഭയങ്കര സജഷൻസൊക്കെ ആട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും എന്താ പറയുക, അഡ്മിഷൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഷെയർ ചെയ്യും. അപ്പോൾ അതിൻ്റേതായ കുറേ സജഷൻസ് എല്ലാ തരത്തിലും നമുക്ക് സപ്പോർട്ടായിട്ടോ ആ ഗ്രൂപ്പ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തു, നമുക്ക് കുറച്ച് ദൂരെ എവിടെയെങ്കിലും ഒരു 2-3 ഡേയ്സ് പോകാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. പ്ലാനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഫൈനലി നമ്മൾ പറഞ്ഞു നമുക്ക് കാശ്മീർ ട്രിപ്പ് പോകാമെന്ന്. അപ്പോൾ കുറേ പേരൊക്കെ മുന്നോട്ട് വന്നു, കുറച്ച് പേര് പുറകോട്ട് പോയിട്ടാണ്. ഫിനാൻഷ്യലി പ്രശ്നങ്ങളുണ്ടാവും, പിന്നെ ഫാമിലി സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ലല്ലോ. എന്നാലും നമ്മൾ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ ലാസ്റ്റ് ഒക്ടോബർ 2024 ഒക്ടോബറിൽ ഞങ്ങൾ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയുടെ ദിവസം ഞങ്ങൾ കാശ്മീർക്ക് പോയിട്ടാണ്. ഒരു 3 ദിവസം അവിടെ സ്പെൻഡ് ചെയ്തു. 2 ദിവസം, അതായത് പോകുന്നതും വരുന്നതുമായിട്ട് ഓരോ ദിവസം, അങ്ങനെ 5 days ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അന്ന് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ അന്ന് യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് എന്ന് വെച്ചാൽ ഏപ്രിലാണ് ഞാനിത് കാര്യമായിട്ട് തന്നെ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു മെയ് 11 ഒരു കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ പെഹൽഗാം അറ്റാക്ക് വന്നതുകൊണ്ട് നമ്മളത് ക്യാൻസൽ ചെയ്തു. എത്ര പേരല്ലേ അന്ന് മരിച്ചത്? 26 ആട്ടെ ആളുകൾ മരിച്ചല്ലോ. മലയാളി എന്ന് പറയുന്നത് എൻ്റെ നെയ്ബറാണ്, എറണാകുളത്ത് എടപ്പള്ളിയിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഭയങ്കര കഷ്ടമായി പോയി അത് എന്തൊക്കെയാണെങ്കിലും. അപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഇടുമ്പോൾ നമ്മൾ ആ സ്ഥലത്തൊക്കെയാണ്, പെഹൽഗാമിലൊക്കെ പോയെന്ന് പറയുമ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു പേടിയോ വിഷമോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അന്ന് ഇതൊന്നും അറിയണില്ലല്ലോ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. നമ്മളവിടെ പോയെങ്കിലും നമുക്കങ്ങനെ ഒരു ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. എന്നാൽ കാശ്മീരാണ്, ഇങ്ങനെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്, അങ്ങനെയുള്ള ഒരു ചിന്തയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ ഹസ്ബൻഡ്സോ ഫാമിലിയോ ഒന്നും കൂടെയില്ല, അങ്ങനെ ഒന്നും ടെൻഷനില്ല നമുക്ക്. കാരണം അവരുടെ സപ്പോർട്ടൊന്നും ഇല്ല. നമ്മളവിടെ ഒറ്റയ്ക്കാണ്, നമ്മുടെ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു ടെൻഷനും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ചു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണത്. സാഹചര്യം കിട്ടുകയാണെങ്കിൽ എല്ലാവരും പോയി കാണേണ്ടതാട്ടോ. ആദ്യം ഇന്ത്യ കാണുക, എന്നിട്ടല്ലേ നമുക്ക് പുറം രാജ്യങ്ങളൊക്കെ ഉള്ളത്. ഇന്ത്യ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതൊക്കെ കാണാൻ ചാൻസ് കിട്ടിയാൽ കാണണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കാണാൻ ഇനി ചാൻസ് കിട്ടാത്തവരുണ്ടെങ്കിൽ അവർക്കും കൂടി കാണാൻ ഉദ്ദേശിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആ ഹാപ്പി മൂമെൻറ്റ്സ്, അതായത് അറൗണ്ട് 45+ ആയി എല്ലാവരും. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഒരു 2-3 ഡേയ്സ് നമ്മളുടേതായ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്ത ദിനങ്ങളാണത്. അപ്പോൾ അത് നിങ്ങളെ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് 2 വീഡിയോ ആയിട്ടായിരിക്കും പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. വലിയ ലാഗ് ചെയ്ത് പോയാൽ നിങ്ങൾക്കും ബോറടിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം അത് 2 വീഡിയോസായിട്ട് ഷെയർ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓക്കെ, ബൈ, സി യു. ഹലോ, അപ്പോൾ നമ്മൾ ഒക്ടോബർ 2 2024 കാശ്മീർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എൻ്റെ കൂടെ വിസ്മയും രാഖി, എൻ്റെ നെയ്ബർ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ബാംഗ്ലൂർ ടു ശ്രീനഗർ ഡയറക്റ്റ് ഫ്ലൈറ്റിന് ഇവിടെ നിന്ന് പോയി. എൻ്റെ മറ്റു ഫ്രണ്ട്സ് നാട്ടിൽ നിന്നുള്ളത്
കൊച്ചി ടു ശ്രീനഗർ നേരിട്ട് വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. വൈകുന്നേരം ആയിരുന്നു നമ്മളവിടെ എത്തിയപ്പോൾ. ഇത് ഫ്ലൈറ്റിൽ നിന്നുള്ള വ്യൂ ആട്ടോ, നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. വിസ്മയക്ക് സൈഡ് വിൻഡോ സീറ്റ് കിട്ടിയത് കാരണം അവൾ അവിടെ നിന്ന് ഇരുന്നുകൊണ്ട് കുറച്ച് ഷൂട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. കാരണം ക്ലൗഡും പിന്നെ ദൂരെ മഞ്ഞു മലകളും ഒക്കെ കണ്ടു തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രിപ്പ് മാംഗോ വഴിയായിരുന്നു ഈ ബുക്ക് ചെയ്തത്. അപ്പോൾ അവരുടെ ഒരു വണ്ടി അവിടെ വന്നിരുന്ന് അവർ പിക്ക് ചെയ്ത് നമ്മളെ ഹോട്ടൽ റൂമിൽ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ഒക്ടോബർ 2 നമ്മുടെ ഷെഹനയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഹോട്ടലുകാരോട് പറഞ്ഞപ്പോൾ അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, കേക്കും ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ പറയുമായിരുന്നു, ഈ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ എന്ന്. അത്രയും മനോഹരമായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ആയിരുന്നു. പിന്നെ അവൾ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങൾക്കൊക്കെ തന്നു, ഞങ്ങൾ അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കേക്ക് കട്ടിങ് ഒരു എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുൾ മൂമെൻ്റ് ആക്കി തീർത്തു ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾക്ക് അന്ന് ഡിന്നർ അവർ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തു ഒന്ന് പുറത്ത് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന്. നല്ല തണുപ്പായി തുടങ്ങിയായിരുന്നു കേട്ടോ. എല്ലാവരും ജാക്കറ്റ് കയറി കേട്ടോ, തണുപ്പ് വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് റൗണ്ട് അടിച്ചു കേട്ടോ. ഇത് ഞാൻ ഗിഫ്റ്റ് കൊടുത്തപ്പോഴുള്ള ഫോട്ടോയാണ്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ്. അന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ നമ്മൾ പെഹൽഗാം ട്രിപ്പ് പ്ലാൻ ചെയ്തു, സൈറ്റ് സീയിങ്. ഇതാട്ടോ നമ്മുടെ ഡ്രൈവർ. പുള്ളി ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു ആൾ. പോകുന്ന വഴിക്ക് ഞങ്ങളെ സാഫ്രോൺ പാടമൊക്കെ കാണിച്ചു തന്നു കേട്ടോ. സീസൺ അല്ലാത്തതുകൊണ്ട് ചെറിയ ബഡ്സ് ആയിട്ടായിരുന്നു അത് ചെടി നിന്നിരുന്നത്. നമ്മൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഹൈവേ ആണത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ പെഹൽഗാം ലക്ഷ്യമിട്ട് പോയിട്ടോ. പെഹൽഗാം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ആട്ടിടയന്മാരുടെ താഴ്വര എന്നാണ് അറിയപ്പെടുന്നത്, വാലി ഓഫ് ഷെപ്പേർഡ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നിറയെ ആട്ടിൻകൂട്ടങ്ങളായിരുന്നു കേട്ടോ. അവരുടെ ഏക വരുമാന മാർഗ്ഗം അതാണെന്ന് തോന്നുന്നു. അപ്പോൾ വഴികളിൽ റോഡ് സൈഡിലൊക്കെ ഒത്തിരി ആടുകളെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, എല്ലാവരും കൂട്ടത്തോടെ വന്നതൊക്കെ കാണാനേ. അങ്ങനെ ഞങ്ങൾ പെഹൽഗാം എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുതിരപ്പുറത്താട്ടോ നമ്മളെ ഈ പെഹൽഗാം വാലിയിലേക്ക് കൊണ്ടുപോയത്. ആദ്യം നമുക്ക് കയറാൻ ഭയങ്കര പേടിയായിരുന്നു. അയ്യോ എങ്ങനെ ഇത്രയും പൊക്കത്തിൽ കയറും എന്നൊക്കെ. പിന്നെ അവർ സപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞു തന്നു എങ്ങനെയൊക്കെ കാലെടുത്ത് വെക്കണമെന്നൊക്കെ. എന്നിട്ട് അവർ ഒറ്റ തള്ളു നമ്മളെ കുതിരയുടെ മുകളിലേക്ക് നമ്മൾ ചാടി കയറും കേട്ടോ. അങ്ങനെ പേടി മാറി കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് മൂഡിലാണല്ലോ. ഇത് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു യാത്രയും കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. അതിൽ നമ്മളിങ്ങനെ കൂകി വിളിയും ബഹളമൊക്കെ ആയിരുന്നു. നമ്മൾ ലേഡീസ് മാത്രമായതുകൊണ്ട് അങ്ങനെ ഒരു ചമ്മലൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി അപ്പോൾ കൂകി വിളിക്കുമ്പോൾ അവിടെ ഒരു എക്കോ പോലെ നമുക്കിങ്ങനെ വോയിസ് വരുമായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഇതാണ് നമ്മുടെ ടീം ലീഡർ ആശ. ആശയുടെ പുറകിൽ എനിക്ക് തോന്നുന്നു ഹേമയാന്ന് തോന്നുന്നു, അത് ക്ലിയറായിട്ട് കാണുന്നില്ല. മുന്നും പുറകായിട്ടാണ് ഇങ്ങനെ ഈ കുതിരകൾ പോണത് കേട്ടോ. വലിയ സ്പീഡിലൊന്നും പോകത്തില്ല കേട്ടോ. അഥവാ സ്പീഡ് കൂടിയാൽ ഞങ്ങൾ ഒച്ചയെടുക്കും, അങ്ങനെയായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ടാണ് ഈ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ആ താഴ്വാരം എത്തണത് കേട്ടോ. അപ്പോൾ ഈ കുതിരപ്പുറത്തിരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പാട്ട് പാടലും ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ഇതാണ് എൻ്റെ ഇവിടത്തുള്ള ഫ്രണ്ട് രാഖി. പുള്ളിക്കാരിയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഭയങ്കര ജോളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ആ താഴ്വാരം എത്തിയിട്ടാണ്. എന്താ പറയുക, അത്രയും മനോഹരമാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു വ്യൂ ആട്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ. ദൂരെയുള്ള മലനിരകളൊക്കെ, അത് മഞ്ഞുകാലത്ത് ഫുള്ള് മഞ്ഞ് മൂടി നിൽക്കും എന്നാണ് പറയണത്. പിന്നെ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ താഴെയൊക്കെ ലോണൊക്കെ ഫുള്ള് പച്ചപ്പായിരിക്കും. ഇവിടെ വെച്ചാണ് അന്ന് പെഹൽഗാം അറ്റാക്ക് ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ഓർക്കുമ്പോൾ അതൊരു വിഷമം കേട്ടോ. എന്ത് ചെയ്യാനാ, പറ്റിപ്പോയില്ലേ. അപ്പോൾ നമ്മൾ അന്നൊന്നും നമ്മൾക്ക് ഇങ്ങനെയൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ നമ്മൾ ഒരു ട്രിപ്പിൻ്റെ മൂഡിലായിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മളവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, പാട്ടുപാടി ഡാൻസ് കളിച്ച്, പിന്നെ അവരുടെ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ അടുത്തുനിന്ന് കുറച്ച് ഷോളും കാര്യങ്ങളൊക്കെ മേടിച്ചു. അവർക്കും ഒരു സപ്പോർട്ട് കൊടുക്കണമല്ലോ, അവർക്ക് ഇതൊരു വരുമാന മാർഗ്ഗമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ഷോളൊക്കെ മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഒരു 100 കിലോമീറ്റർ ഉണ്ട് നമ്മൾ താമസ സ്ഥലത്തു നിന്ന്.
അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയാട്ടോ, ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്. നമുക്ക് വെള്ളമൊക്കെ പോണത്, വെള്ളത്തിൻ്റെ കളറ് തന്നെ ഭയങ്കര മനോഹരമാണ് കേട്ടോ. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ ആ മലകളൊക്കെ ഉണ്ടല്ലോ, ദൂരെയൊക്കെ മഞ്ഞിൻ്റെ ഒരു മലയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത്രയും ദൂരമൊന്നും നമ്മൾക്ക് പോകാൻ പറ്റില്ലല്ലോ, എന്നാലും നമ്മൾ മാക്സിമം കവർ ചെയ്തു കേട്ടോ 3 ദിവസത്തെ ട്രിപ്പ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.